ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇനി നമ്മൾ ഇവിടെ അടുത്ത ഒരു അമ്പലത്തിൽ പോവാട്ടാ. ശ്രീ വിരാട് വിശ്വബ്രഹ്മാവിൻ്റെ അമ്പലമാണ്. അവിടേക്ക് പോവുക. അവിടെ ഇന്ന് സർവീസിൽ പൂജ നടക്കുന്നുണ്ട്. അപ്പോൾ അതേ പൂവൊക്കെ കയ്യിലുണ്ട് കേട്ടാ. ഫുൾ പൂവൊക്കെ ആയിട്ട് നമ്മൾ പോവാണ്. അപ്പം നമ്മൾ പോണ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. പൂജയുടെ എല്ലാം കാണിച്ചു തരാം. ഫുൾ ഇതേ റെഡി. ഇതാട്ടോ എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല എന്തോന്ന് കാണിച്ചത്. ഇതാണ് അച്ഛ. ക്യാമറ വരാൻ താല്പര്യമില്ലാത്ത ഇതേ പുറകെ നിൽക്കണം അമ്മ. നമ്മൾ താഴെ ഇറങ്ങിട്ടാ. ദേ അച്ചപ്പ് കണ്ടാ. ചേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. ദേ അച്ഛ പൂവൊക്കെ പറിക്കുക. സർവേശ്വരി പൂജയ്ക്ക് പൂവൊക്കെ ആവശ്യമായിട്ടാ. അപ്പം അതിനുള്ള പൂവൊക്കെ പറിക്കുന്നുണ്ട്. നമ്മളുടെ അമ്പലത്തിലേക്ക് പോവാട്ടാ. നമ്മൾ അതിന് മുന്നേ വേറൊരു അമ്പലത്തിലേക്ക് പോകണ്ട കേട്ടാ. സോ ഗൈസ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അമ്പലത്തിലേക്ക് എത്തിട്ടാ. ഇനി നമ്മള് ആ അമ്പലം കാണിച്ചത്. ഇതാണ് പള്ളിയാമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രം. ഇവിടേക്കാട്ടോ നമ്മൾ ആദ്യം വരാന്ന് പറഞ്ഞത്. ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലൗഡല്ല. അപ്പം ഉള്ളിൽ കയറിയിട്ട് ബാക്കി പുറത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇപ്പോൾ വെയിലായോണ്ടാട്ടാ. സാധാരണ മഴക്കാലത്തെ ടൈമിലൊക്കെ ഈ കട്ടയിലൊക്കെ ഈ ഉറവ വന്നിട്ട് നല്ല വെള്ളമായിരിക്കും. അപ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. ഫുള്ളിങ്ങനെ വെള്ളത്തിൽ കൂടെ ചവിട്ടി നടക്കുക. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഫീല് കിട്ടുന്നൊരു അമ്പലം. നല്ല ശാന്തവും സമാധാനമായിട്ടുള്ളൊരു അന്തരീക്ഷം. പിന്നെന്താ, ഈ അമ്പലം എന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടാ. ഉള്ളിലേക്ക് കയറിയാൽ അതിലും അടിപൊളിയാണ്. ഉള്ളിലൊക്കെ നമുക്ക് അങ്ങനെ ഫോൺ പറ്റിയില്ല, അതുകൊണ്ടാട്ടാ. നമ്മളിപ്പോൾ അതേ സർവീസിൽ പൂജ നടക്കണ അമ്പലത്തിലേക്ക് ആട്ടോ പോണത്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോണേ. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ഒരു 10 മണി 10:30 ആകുമ്പോഴേ തുടങ്ങുക. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പോൾ പോണത്. ഫുഡ് കഴിക്കുന്നത് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം അമ്പലത്തിലേക്ക് എനിക്ക് കയറണതൊക്കെ ഞാൻ വഴിയ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ ദേ നമ്മൾ ഇവിടെ ഞാൻ പറഞ്ഞ സർവീസിൽ പൂജയൊക്കെ നടക്കണ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ആ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ ശ്രീ വിരാട് വിശ്വകർമ്മ ക്ഷേത്രം. ഇവിടെ അമ്പലത്തിലോട്ട് പോകുന്നൊരു വഴിയാണ്. രാമപുരം പാലവേലിയാണ് സ്ഥലം വരുന്നത് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ പോകുക കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ പുറത്താണ് ഈ പൂജ നടക്കുന്നത്. പൂജ നടക്കുന്ന വീഡിയോ ഒക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ. മേശാന്തി ഒരു തിരി കത്തിച്ചു തരും. നിങ്ങൾ ആ രണ്ടാമത്തെ തിരിയും കൂടെ അതിൽ നിന്ന് പകർന്ന് കട്ട് ചെയ്യുക. തിരുപൂജ എന്ന് പറഞ്ഞാൽ ഭഗവാനെ നേരിട്ട് നിങ്ങൾക്ക് പൂജിക്കാനുള്ള ഒരു അവസരമാണ്. അതുപോലെ തന്നെ പൊങ്കാല എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. ദേവിക്കല്ല ദേവന് നമ്മൾ നേരിട്ട് നിവേദ്യം സമർപ്പിക്കുന്ന ചടങ്ങാണ് പൊങ്കാല എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്കൊരു മീഡിയേറ്റർ ആവശ്യമാണ്, ഇടനിലക്കാരൻ. അപ്പോൾ ഒരു മേശാന്തി കാണും, ഒരു പൂജാരി കാണും. പക്ഷേ ഇത് നിങ്ങൾ നേരിട്ട് ഭഗവാനെ പൂജിക്കുക എന്നുള്ള ഒരു സംവിധാനമാണ് സർവേശ്വര പൂജ എന്ന് പറയുന്നത്. അപ്പോൾ ദേവനെ പൂജിക്കുന്നതിന് കുറേ നിബന്ധനകളുണ്ട്. അപ്പം ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു പൂജകൻ ദേവനെ പൂജിക്കുമ്പോൾ ദേവനായിട്ട് മാറുക എന്നാണ്.
ആദ്യം ദേവന് കൊടുക്കുന്ന അംഗങ്ങളെല്ലാം നമ്മളിലേക്ക് ലയിപ്പിക്കും. എന്നിട്ട് നമ്മൾ ദേവനായിട്ടാണ് ഭഗവാനെ പൂജിക്കുന്നത്. അതിനാണ് പൂർണ്ണമതം പൂർണ്ണവിധം പൂർണ്ണമുദച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാതായ പൂർണ്ണമേവാവശ്യം. അതും പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. പക്ഷെ അവിടെ നടക്കുന്നത് എന്താണ്? ഒരു കർമ്മം മാത്രമാണ്. രണ്ടല്ല. ശബരിമലയിൽ തത്വമസി, അത് നീ തന്നെയാവുന്നു, നീ തന്നെയാവുന്നു ഇത്. പക്ഷെ എന്താ പ്രശ്നം? അത് നീയാണെന്ന് നിനക്ക് തോന്നുന്നില്ലാത്തതാണ് നിന്റെ പ്രശ്നം. അതുകൊണ്ട് നീയാണ് എന്ന് തോന്നാൻ, അല്ലെ ആ ഭഗവാനാണ് എന്ന് തോന്നാനുള്ള ഒരു അവസരമാണ് ഓരോ പൂജയും. അപ്പം നിങ്ങൾക്ക് ഓരോരോ കർമ്മങ്ങളുണ്ട്, ഓരോരോ കർമ്മബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് പൂജിക്കാൻ അറിയത്തില്ല. പക്ഷെ അതിലൊരു അവസരമാണ് ഈ വിളക്ക് പൂജ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം ഭഗവാനാകുക. അപ്പം നമ്മൾ പല പല വിഷയങ്ങളുണ്ട്, ഇവിടുത്തെ വിഷയങ്ങളുണ്ട്, വീട്ടിലെ വിഷയങ്ങൾ, ഇതൊക്കെ കുറച്ച് നേരത്തേന് നമ്മളൊന്ന് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് നമ്മൾ ആ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന വിശ്വകർമ്മ ദേവനാകുക, അല്ലെ ആ ഈശ്വരനായി മാറുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സ് ആദ്യം ഒന്ന് നമ്മളിലേക്ക് ലയിപ്പിക്കുക, സ്വസ്ഥമായിട്ടിരിക്കുക. ആ സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് സുഖസ്ഥിതി ആസനം എന്ന് പറയുന്നത്. ആ ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരിക്കുക. ഇരുന്നിട്ട് ആ ഭഗവാനിലേക്ക് നമ്മൾ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ അങ്ങനെ ഇരിക്കും പൂജിക്കുമ്പോൾ നമ്മുടെ നട്ടലൊക്കെ നിവർന്നിരിക്കണം. നമ്മുടെ ഈശ്വരന്റെ ചൈതന്യം നമ്മുടെ നട്ടലിൽ കൂടെയാണ് കൂടുന്നത്. ഈ സഹസ്രാരപത്നത്തിന് മൂലാധാരം വരെ അത് ഈശ്വരനും താഴെ ഞാനെന്ന ആ അഹംഭാവമാണ് ഈ മൂലാധാരത്തിൽ ഇരിക്കുന്നത്. അപ്പം അവിടുന്ന് ആ മൂലാധാര ചക്രത്തിൽ നിന്ന് ആ ചൈതന്യത്തെ നമ്മൾ സഹസ്രാരത്തിലേക്ക് എത്തിക്കുക എന്നാണ് ഓരോ പൂജയുടെയും തത്വം. അതാണ്. അപ്പോൾ കുറച്ചു നേരം നിങ്ങൾ ആ ഈശ്വര ചൈതന്യത്തെ മനസ്സിൽ ആദ്യം മനസ്സ് വേണം. ഭഗവാനിലേക്ക് എത്താൻ വേണ്ടി ആകെപ്പാടെ ഒരു മാർഗമേ ഉള്ളൂ, ഒരു പാലമേ ഉള്ളൂ, ഒരു മനസ്സാവും. നമ്മുടെ ജീവിതമാണെങ്കിൽ പോലും നിങ്ങൾ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, നിങ്ങളാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കുന്നത്. പക്ഷെ നമ്മുടെ വികലമായിരിക്കുന്ന ചിന്തകളാണ് നമ്മളെ പലതരത്തിലുള്ള കുഴികളിൽ ചെന്ന് ചാടിക്കുന്നത്. അപ്പൊ എനിക്കിന്നത് വേണം, ആ ഇന്നത് നേടണം, ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും നേടണം എന്ന് ആലോചിച്ച് അതിൻ്റെ ഇടയ്ക്ക് പല പല വിഷയങ്ങളാണ് ഇങ്ങനെ കയറി വരുന്നത്. ആ വിഷയങ്ങൾ കയറി വരുന്നതുകൊണ്ടാണ് നമുക്കത് സിദ്ധിക്കാത്തത്. എന്നിട്ട് നമ്മളെ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കഴിക്കുക, ഇതാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഏകാഗ്രമായിട്ട് അത് നമുക്ക് നേടണം എന്ന് ഒറ്റ മനസ്സോടുകൂടി ഭജിച്ചാൽ ഏത് കാര്യവും സാധിച്ചെടുക്കാൻ പറ്റും. അപ്പം അതിനുള്ളൊരു മാർഗമാണ് ഈ പൂജ എന്ന് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ ഭഗവാനെ പൂജിക്കുമ്പോൾ തന്നെ ഭഗവാനെ പീഠത്തിലേക്ക് ഒരു പീഠം സങ്കല്പിക്കണമെന്നാണ് പറയുന്നത്. ഈ വിളക്ക് എന്ന് പറയുന്ന ഭഗവാന്റെ ചൈതന്യം, ഇപ്പം അകത്തുനിന്ന് തിരി കത്തിച്ച് ഇവിടെ ഭഗവാന്റെ ഒരു ചൈതന്യം പകർന്നതിന് നിവേദ്യം കൊടുത്ത് ഇതിൽ നിന്ന് നിങ്ങളിലേക്ക് അത് എത്തിക്കുകയാണ്. ആ ചൈതന്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പം ആ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് അത് ഉൾക്കൊള്ളുക. ആ ഉൾക്കൊള്ളണമെങ്കിൽ ആദ്യം ഭഗവാൻ ഒരു പീഠപൂജയാണ് ആദ്യമേ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പൂക്കൾ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് ഭഗവാനായിട്ട് ഇതാ ഞാനൊരു പീഠം സമർപ്പിക്കുന്നു. ഈ എൻ്റെ മനസ്സുകൊണ്ടുള്ള ഒരു പീഠം, ഇതെല്ലാം മനസങ്കല്പങ്ങളാണ്. ആ പീഠം മനസ്സിൽ സ്വർണം കൊണ്ട് ചേർത്തൊരു പീഠം സങ്കല്പിച്ച് ആ വിളക്കിന്റെ ചുവട്ടിലേക്ക് ആ പൂക്കൾ ഇടുക. അത് ഭഗവാന്റെ ആ ചൈതന്യം എന്നിൽ നിന്ന് ആ വിളക്കിലേക്ക് ഞാൻ വിശ്വകർമ്മദേവനായിട്ട് ഞാൻ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിളക്കിന്റെ ചുവട്ടിലേക്ക് ഇടുക. ആ വിളക്കിലേക്ക് ആ വിശ്വകർമ്മദേവന്റെ ആ ചൈതന്യം വന്നിരിക്കുകയാണ്. അപ്പം ഇനി നമുക്ക് എല്ലാ ഉപചാരങ്ങളും, ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ വെള്ളം കൊടുക്കും, അത് കഴിഞ്ഞിട്ട് എന്താണ് ഭക്ഷണം കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇരിക്കാൻ വർത്താനം പറയാൻ മുറുക്കാനൊക്കെ താമ്പൂലമൊക്കെ കൊടുക്കുന്ന. അപ്പം ഇങ്ങനെയുള്ള ഉപചാരങ്ങളെല്ലാം ഉണ്ട്. ആ ഉപചാരങ്ങൾക്കായിട്ട് നമ്മൾ കുറച്ച് പൂക്കളെടുത്തിട്ട് ഭഗവാനെ ഞാൻ എല്ലാ ഉപചാരങ്ങളും അവിടത്തിന് സമർപ്പിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ആ വിളക്കിലേക്ക് ആ ഉപചാരങ്ങളെല്ലാം കൊടുക്കുക. ഷോഡശ ഉപചാരങ്ങൾ എന്നാണ് പറയുന്നത്. ആ എല്ലാ ഉപചാരങ്ങളും ഞാൻ ഇതാ സമർപ്പിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത് സഹസ്രനാമാർച്ചനയാണ്. 1000 മന്ത്രങ്ങളാണ് നമ്മൾ ചെല്ലുന്നത്. അതിന് ഓരോ പൂവും ഇട്ട് നമ്മൾ ചെയ്യുക. ഓം ആദിബ്രഹ്മായ നമഃ. ഓം ഏകായ നമഃ.
ഏകദേശം 10-40 പേരിൽ മേളിലുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇത് 1008 പ്രാവശ്യം ഫസ്റ്റ് ചൊല്ലി, അത് കഴിഞ്ഞിട്ട് പിന്നെ 101 പ്രാവശ്യം പിന്നീട് ചൊല്ലിട്ടാ. നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. ഭഗവാന്റെ പൂർണ്ണ ചൈതന്യം നമ്മുടെ എല്ലാ ഗ്രന്ഥികളിലേക്കും നമ്മുടെ എല്ലാ ചക്രങ്ങളിലേക്കും മനസ്സിലേക്കും ചിത്രത്തിലേക്കും ബുദ്ധിയിലേക്കും എല്ലാം വ്യാപിച്ചിരിക്കുകയാണ്. നമ്മളിലുണ്ടായിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും പൂർണ്ണമായിട്ടും വിട്ടുമാറി പൂർണ്ണമായി ശുദ്ധമായിരിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഈ അവസ്ഥയിൽ നമുക്ക് എല്ലാവിധ അനുഭൂതികളും സുഖങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകണം എന്ന് മനസ്സിൽ പ്രാർത്ഥിക്കുക. കുറച്ച് പൂക്കളെടുത്ത്, അതല്ല ആ പൂക്കളെ നമ്മൾ അർച്ചിച്ച പൂക്കളെടുക്കുക. ഇതാ പ്രസന്ന പൂജയൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ കിട്ടി. ഇനി ഒരു കലശമുണ്ട്, കലശം കഴിഞ്ഞിട്ട് പ്രസാദം ഇട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പോവാം.